നിങ്ങളോട് ആരെങ്കിലും ഇതുവരെ ചോദിച്ചിട്ടുണ്ടോ കാവിലെ ഭഗവതി നേരിട്ട് വന്നതാണോ, എന്താ ഇത്ര സൗന്ദര്യം, എന്താണ് ഇതിൻ്റെ രഹസ്യം എന്നൊക്കെ? എന്നാൽ ഈ ഒരു പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും നിങ്ങളോട് ഇതായിരിക്കും ചോദിക്കാൻ പോകുന്നത്. പിന്നെ പ്രത്യേകം ഞാനൊരു കാര്യം പറയാം, കുറേ ദിവസമായിട്ട് നമ്മുടെ ചാനലിൽ ഒരു കുട്ടി ബ്രൈഡൽ സ്കിൻ കെയർ വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലേറ്റ് ആകുന്നതിനനുസരിച്ച് കുട്ടിയുടെ ടോൺ മാറുന്നുണ്ടായിരുന്നു, അതെനിക്ക് മനസ്സിലായി. അപ്പോഴേക്കും നമുക്ക് ഇന്ന് ചെയ്യാൻ പോകുന്നത് സ്പെഷ്യലി ഫോർ ബ്രൈഡ്സ് ആവാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടും, ഇനി നമ്മുടെ സ്വന്തം കല്യാണമല്ല, നമ്മുടെ ചേച്ചിയുടെയും ചേട്ടൻ്റെയും കൂട്ടുകാരുടെയൊക്കെ കല്യാണം ആണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു സ്കിൻ കെയർ റുട്ടീനൊക്കെ ഫോളോ ചെയ്ത് നല്ല അടിപൊളി ഫ്ലോലെസ് ആയിട്ട് അന്നത്തെ ദിവസം ഒരുങ്ങി പോകാനായിട്ട് പറ്റുന്ന ഒരു സിമ്പിൾ ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹോം റെമഡിയാണ്. അതുപോലെ തന്നെ ഞാനിതിൽ ഒരു പാക്ക് മാത്രമല്ല കേട്ടോ, നമ്മൾ പ്രോപ്പറായിട്ട് എല്ലാ ദിവസവും ചെയ്യേണ്ട സ്കിൻ കെയർ റുട്ടീനും എല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ ബ്രൈഡ്സ് ആകുമ്പം നിങ്ങൾ ചെയ്യേണ്ട സ്പെഷ്യലി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പാക്കരുത്, മുഴുവനും കണ്ടു നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ലൈക്ക് ചെയ്ത് വെച്ചാൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് യൂസ് ആവട്ടോ, അതെടുത്ത് നോക്കിയാൽ മതി. എന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. സോ ഇന്ന് നമുക്ക് ഈ ഒരു ബ്രൈഡൽ സ്കിൻ കെയറിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നോക്കാം. ആദ്യം തന്നെ ബ്രൈഡ്സ് ആവാൻ പോകുന്നവരാണെങ്കിൽ ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസം മുന്നേ നിങ്ങൾ ഈ ഒരു സംഭവം തുടങ്ങണം. ഒരു 6 മാസം ഗ്യാപ്പ് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത്. മിനിമം ഒരു 3 മാസമെങ്കിലും കൊടുക്കുക. അതിനുള്ളിൽ പുതിയ പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ആക്കരുത്. നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെ പ്രോപ്പറായിട്ട് കണ്ടിന്യൂ ചെയ്യുക. ഒരു 6 മാസമൊക്കെ മുന്നേ തന്നെ നിങ്ങൾ റിസർച്ചൊക്കെ തുടങ്ങാം. മസ്റ്റായിട്ട് യൂസ് ആക്കേണ്ട സാധനങ്ങളാണ് ഫേസ് വാഷ്, അതുപോലെ തന്നെ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ. ഈ 3 സാധനം നിങ്ങൾ ഒരിക്കലും സ്കിപ്പാക്കരുത്. ഇത് 3ഉം ഒരു 6 മാസത്തിന് മുന്നേ തന്നെ ഫൈനലൈസ് ചെയ്യുക. നമ്മുടെ സ്കിന്നിന് ഏതാണോ ചേരുന്നത് അതിനനുസരിച്ചിട്ടുള്ള പ്രോഡക്ട്സ് ഫൈനലൈസ് ചെയ്തിട്ട് അത് തന്നെ കണ്ടിന്യൂസ് യൂസ് ആക്കുക. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പല പല പ്രോഡക്ട്സ് എക്സ്പെരിമെൻറ്റ് ചെയ്യാം, പക്ഷെ അതുവരെ ഇതിനൊന്നും നിൽക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫേസ് വാഷ് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ എന്താണോ, സ്കിൻ ടൈപ്പ് എന്താണോ അതിനനുസരിച്ച് മാത്രം ചെയ്യുക. അല്ലെങ്കിൽ അത് തന്നെ മതി നമ്മുടെ ഹോൾ സ്കിൻ കെയർ റുട്ടീൻ ഇല്ലാണ്ടാക്കാനായിട്ട്. അടുത്തതായിട്ട് സെയിം സംഭവമാണ് നമ്മൾ ഹെയർ ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഹെയർ കെയർ വേറെ ഒന്നുമല്ല, നമ്മൾ കൂടുതലും മലയാളികൾ കാച്ചിയ എണ്ണ, വീട്ടിലുള്ള എണ്ണ, വെളിച്ചെണ്ണ ഇതൊക്കെ ആയിരിക്കും തേക്കുന്നത്. ഏതാണോ നിങ്ങൾ യൂസ് ആക്കുന്നത് അത് യൂസ് ചെയ്യുക. അടുത്തതായിട്ട് ഷാമ്പു പുതിയൊരു ഷാമ്പു യൂസ് ആക്കുന്നതിന് പകരമായിട്ട് നല്ലൊരു ഷാമ്പു നിങ്ങൾ ഓൾറെഡി ട്രൈ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരെണ്ണം ഏറ്റവും നല്ലതായിട്ടുള്ളത് ചൂസ് ചെയ്യുക. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ബോഡിയാണ്. ബോഡി നമ്മൾ ഉറപ്പായിട്ടും നന്നായിട്ട് കെയർ ചെയ്യണം. മുഖവും മുടിയും മാത്രമല്ല, നമ്മുടെ ഫുൾ ബോഡി നല്ല അടിപൊളിയായിട്ട് കെയർ കൊടുക്കുക. ഷേവ് ചെയ്യുന്നവരാണെങ്കിൽ, ഹെയർ റിമൂവ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഹെയർ ക്രീംസ് യൂസ് ചെയ്തിട്ടാണ് ഹെയർ റിമൂവ് ചെയ്യുന്നതെങ്കിൽ ഹെയർ റിമൂവൽ ക്രീംസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഏതാണോ ചെയ്യേണ്ടത് അത് തന്നെ ചെയ്താൽ മതി. ഞാൻ കൂടുതലും ഷേവിംഗ് ആണ് പ്രിഫർ ചെയ്യുന്നത്. എനിക്കതാണ് കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് പ്രധാനമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഹെയർ റിമൂവ് ചെയ്തില്ലെങ്കിൽ പോലും ഈ ഒരു ബോഡി ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇത് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഉറപ്പായിട്ടും ചെയ്ത് കൊടുക്കണം. പുറത്തുനിന്ന് വാങ്ങുന്ന സ്ക്രബ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ആക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ ഓൾറെഡി സ്ക്രബിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഫേസ് പാക്കിലോട്ട് പോകാം. അപ്പോൾ ഫേസിൽ എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളും ആഴ്ചയിൽ ചെയ്യേണ്ട കാര്യങ്ങളും മനസ്സിലായല്ലോ. ഇനി ഈ ഒരു പാക്ക് ആഴ്ചയിൽ 3 ദിവസം മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അതും രാത്രി അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് കടലമാവാണ്. കടലമാവ് ഞാനിവിടെ 1 സ്പൂൺ എടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് വേണ്ടത് പാൽപ്പൊടിയാണ്. നമുക്ക് ടിന്നിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണെങ്കിൽ അതെടുത്താൽ മതി, അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ പാക്കറ്റൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും, അത് നമുക്ക് യൂസ് ആക്കാം. ഞാനിവിടെ വീണ്ടും 1 സ്പൂൺ കടലമാവിൻ്റെ ഒപ്പം 1 സ്പൂൺ നമ്മുടെ ഈ ഒരു പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാല് എല്ലാ ദിവസവും യൂസ് ആക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് പാലെപ്പോഴും അവൈലബിൾ അല്ലാത്തൊരു സാഹചര്യത്തിലായാൽ പോലും യൂസ് ആക്കാവുന്നതാണ്. പിന്നെ ഉണ്ടല്ലോ, സ്കിന്നിനെ നന്നായിട്ട് സോഫ്റ്റ് ആക്കും. നല്ല രീതിയിൽ ഭയങ്കര കുഞ്ഞു കുട്ടികളുടെ സ്കിന്ന് പോലെ ആക്കാനായിട്ട് സഹായിക്കും. പിന്നെ ഈ ഒരു സംഭവം നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ പാക്കായിട്ട് യൂസ് ചെയ്യുന്നത് വളരെ വളരെ നല്ലതാണ്. കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി പ്രിപ്പയർ ചെയ്യുക. കയ്യിലും കാലിലും കഴുത്തിലും വയറിലും ഒക്കെ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഭയങ്കര നല്ലതാണ്. ട്രസ്റ്റ് മീ ഗൈസ്, ഇതൊരു സീക്രട്ടാണ്. നിങ്ങൾ ആർക്കും പറഞ്ഞു കൊടുക്കരുതെന്ന് ഞാൻ പറയില്ല, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കേണ്ട സീക്രട്ടാണ്. കാര്യം അത്രയും നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് ആക്കുന്ന ഒരു ഐറ്റമാണ് പാൽപ്പൊടി. സോ ഈ 10 രൂപയുടെ പാൽപ്പൊടി വാങ്ങിച്ചാൽ നമുക്ക് ഒരു ദിവസം ഫുൾ ബോഡി യൂസ് ആക്കാനായിട്ട് പറ്റും. ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഒരെണ്ണം കൂടെ മേടിച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് മാത്രം യൂസ് ആക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു
3-4 ദിവസമൊക്കെ ഇരിക്കും ഈ ഒരു പാൽപ്പൊടിയുടെ പാക്കറ്റ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ്. അത് നമുക്ക് ഏതൊരു മഞ്ഞളും യൂസ് ആക്കാം കേട്ടോ. ഇപ്പോൾ കസ്തൂരി മഞ്ഞൾ തന്നെ വേണമെന്നില്ല, എൻ്റെ കയ്യിലുള്ളത് ഞാൻ എടുക്കുന്നതേ ഉള്ളൂ. ഒരു പിഞ്ച് മാത്രം, ഒരു നുള്ളു മാത്രം മഞ്ഞളിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. മുഖത്തിടുന്ന മഞ്ഞളൊക്കെ ഉണ്ടല്ലോ, അത് അങ്ങാടി കടകളിൽ ചോദിച്ചാൽ കിട്ടും. കൊച്ചുകുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യുന്ന മഞ്ഞളല്ലേ, കുഞ്ഞു വാവകൾക്ക് യൂസ് ചെയ്യുന്ന മഞ്ഞൾ യൂസ് ചെയ്യുന്നത് അറിയായിരിക്കുമല്ലോ കുഞ്ഞു മക്കൾക്കൊക്കെ. അതുപോലത്തെ മഞ്ഞൾ നമുക്ക് മരുന്ന് കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും യൂസ് ആക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ സ്വന്തം തേനാണ്. തേൻ നമുക്ക് ഒരല്പം ചേർത്ത് കൊടുക്കാം. എല്ലാ ദിവസവും ഇടുന്നതാണ്, അതുകൊണ്ട് തന്നെ ഒരല്പം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിവിടെ കുറച്ച് തേൻ കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങൾ ഇതുപോലെ തന്നെ എടുക്കണം. പാൽപ്പൊടി നിങ്ങൾക്ക് സെറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് സ്കിപ്പ് ചെയ്തിട്ട് 1 സ്പൂൺ കൂടെ കടലമാവ് ചേർത്ത് കൊടുക്കുക, അത് മതി. അല്ലെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക, അതാകുമ്പോൾ കുറച്ചും കൂടെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് എല്ലാത്തിനും നല്ലതാണ്. അങ്ങനെ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് എടുക്കുക. സ്കിപ്പ് ചെയ്യരുത്, വേറൊരു ഐറ്റം സ്കിപ്പ് ചെയ്യരുത്. മഞ്ഞൾ അലർജി ഉള്ളവരാണെങ്കിൽ മഞ്ഞളും സ്കിപ്പ് ചെയ്യുക, വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. വളരെ കുറച്ച് പേർക്ക് ഇതൊക്കെ അലർജി ആയിട്ട് ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തോ, ബാക്കി എല്ലാവർക്കും യൂസ് ആക്കാൻ പറ്റുന്നതാണേ. തേൻ നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാനും സോഫ്റ്റ് ആക്കാനും ഗ്ലോ തരാനും എല്ലാത്തിനും സഹായിക്കുന്ന ഒരു ഐറ്റമാണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് റോസ് വാട്ടറാണ്. അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് എന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പാക്ക് മാത്രമേ നമ്മൾ ആ ഒരു ബ്രൈഡൽ സമയത്ത് യൂസ് ആക്കുന്നുള്ളൂ. പിന്നെ നിങ്ങൾ വേറെ ഏതെങ്കിലും പാക്ക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒപ്പം ഈ ഇൻഗ്രീഡിയൻസും കൂടെ മിക്സ് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മിക്സ് ആക്കുക. റാഗി ഫ്ലോറിൻ്റെ ഫേസ് പാക്കൊക്കെ ഞാൻ നമ്മുടെ ചാനലിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു ഐറ്റംസൊക്കെ അതിൻ്റെ ഒപ്പം ചേർക്കുക. അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് റോസ് വാട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സ്കിന്നിനെയൊക്കെ നല്ല pH ബാലൻസ് ചെയ്യാനും അതുപോലെ നല്ല വൈബ്രൻ്റ് ആക്കാനും സോഫ്റ്റ് ആക്കാനും എല്ലാത്തിനും സഹായിക്കുന്നതാണ് നമ്മുടെ റോസ് വാട്ടർ. അതുപോലെ തന്നെ ഭയങ്കര സൂത്തിങ് ആണ്. ഒപ്പം ഞാനൊരു കുഞ്ഞടപ്പിൽ ഒരല്പം വെള്ളം കൂടി എടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാര്യം എന്താ വെച്ചാൽ ഇതൊക്കെ നന്നായിട്ട് മിക്സാക്കി എടുക്കാനാണ്. ഇനി നിങ്ങൾ പാലൊന്നും ചേർക്കേണ്ട കാര്യമില്ല, വെള്ളത്തിൽ തന്നെ മിക്സ് ചെയ്താൽ മതി. ഇത്രയും ചേർത്ത് കഴിയുമ്പം അധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യം വരില്ല. എന്നിരുന്നാലും ഒരു കുഞ്ഞ് സ്പൂണൊക്കെ ആവശ്യം വരും. അതുകൊണ്ടാണ് ഞാൻ അളന്നൊഴിച്ചത്. മേ ബി നമ്മൾ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുത്താൽ ലൂസായി പോകും. ഈ പാൽപ്പൊടിയൊക്കെ അലിഞ്ഞ് വരും, അതുകൊണ്ട് നന്നായിട്ട് ലൂസായി പോകും. അതുകൊണ്ട് ഒരല്പം വെള്ളം മാത്രം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കുക. പാൽപ്പൊടിയൊക്കെ അലിഞ്ഞ് വരുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആൻഡ് അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് സ്കിൻ ഗ്ലോ ആകാനും സോഫ്റ്റ് ആകാനും ആണ്. സ്കിന്നിലിപ്പോൾ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ തൈരും തക്കാളിയുടെ നീരും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളത് മുഖത്തോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ഫേസ് പാക്ക് യൂസ് ചെയ്യാത്ത ദിവസങ്ങളിൽ അത് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ആഴ്ചയിൽ ഒരു 3 ദിവസം ഇത് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കല്യാണത്തിൻ്റെ സമയമാകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫേഷ്യലും ചെയ്യേണ്ടി വരില്ല. അത്രമാത്രം റിസൾട്ട് ഉണ്ടാവും. ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ച് ഫേഷ്യലൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ചെയ്യാൻ. നമ്മളങ്ങനെ വെറുതെ പോയി കിടന്നാൽ മതിയല്ലോ. അപ്പോൾ അവർ നമുക്ക് പാമ്പറിങ് ഭയങ്കര ലക്ഷറി ട്രീറ്റ്മെൻ്റ് ഒക്കെ തരുന്ന പോലെ തോന്നിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഇതൊന്നും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാര്യം റിസൾട്ട് അങ്ങനെ ഭയങ്കര വലുതായിട്ടൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഒന്നും തോന്നിയിട്ടില്ല. പക്ഷെ നമ്മൾ ഈ ഹോം റെമഡീസ് ഉണ്ടല്ലോ, ഇത് തരുന്ന അതേ റിസൾട്ട് തന്നെയാണ് അതും തരുന്നത്. അല്ലാതെ മസാജൊക്കെ കിട്ടും എന്നല്ലാതെ വേറെ ഒരു ബെനിഫിറ്റും എനിക്ക് തോന്നിയിട്ടില്ല. ബ്ലീച്ചൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കുറച്ചും കൂടെ ഒന്നൊക്കെ പെട്ടെന്നൊരു ബ്രൈറ്റ്നസ് തോന്നിക്കാം. പക്ഷെ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ താനേ നമ്മുടെ നോർമൽ സ്കിന്നിലോട്ട് വരും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫേഷ്യൽ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ചെയ്തോളൂ. പക്ഷേ ഞാൻ പറയുകയാണ്, നിങ്ങൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫേഷ്യൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങളുടെ ബിഗ് ഡേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ബിഗ് ഡേക്കോ ഒന്നും നിങ്ങൾക്ക് ഒരു തരത്തിലും കുറവുണ്ടാവത്തില്ല. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്താൽ മതി. ഉറപ്പായിട്ട് നല്ല രീതിയിൽ ഫ്ലോലെസ് ആയിട്ടുള്ള സ്കിൻ തീർച്ചയായിട്ടും കിട്ടും. എല്ലാവരും നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ ക്ലീനപ്പ് ചെയ്തോ, ഫേഷ്യൽ ചെയ്തോ എന്നൊക്കെ. ആ ഒരു റിസൾട്ട് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു 3 മാസം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞില്ലേ കുറച്ച് കാര്യങ്ങൾ, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്.
നമ്മുടെ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്, മുഖത്തൊക്കെ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് മുഖക്കുരു ഒരുപാട് വരുന്ന സ്കിന്നാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും വീണ്ടും ഓയിലി ആയിട്ടുള്ള ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ഫേസ് വാഷ് ഒന്നും ഉപയോഗിക്കരുത്. അങ്ങനെ ചെയ്താൽ ഒരു ഗുണവും നിങ്ങൾക്ക് കിട്ടത്തില്ല. നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടുള്ളത് മാത്രമേ നമുക്ക് സെറ്റ് ആവുള്ളൂ. സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് ഒരുപാട് പേര് പലതരത്തിലുള്ള ക്രീംസും ഫേസ് വാഷും എല്ലാം ഉപയോഗിക്കും. പക്ഷെ നമുക്ക് അത് സെറ്റ് ആവില്ലെങ്കിൽ ഒരിക്കലും നമ്മളത് യൂസ് ചെയ്യരുത്. എത്ര ഹൈപ്പുള്ള പ്രോഡക്റ്റ് ആയാലും നമുക്ക് സെറ്റ് ആവുന്നില്ലെങ്കിൽ നമുക്കത് ഒരു ഗുണവും ചെയ്യത്തില്ല. നമുക്ക് സെറ്റാവുന്ന പ്രോഡക്റ്റ് കണ്ടുപിടിച്ച് യൂസ് ആക്കുക. അതിനുവേണ്ടി നമ്മൾ കുറച്ച് സമയമൊക്കെ ഇരുന്ന് റിസർച്ച് ചെയ്ത് ഫോണിലൊക്കെ നോക്കിയാലും ഒരു കുഴപ്പമില്ല. അതിന് വേണ്ടിയിട്ട് ഇരിക്കുക കുറച്ച് സമയം, ഒരു അരമണിക്കൂറൊക്കെ ഇരുന്ന് ഒരു ഡിസിഷനിൽ എത്തിയിട്ട് നമ്മുടെ ഈ ഒരു ഫേസ് പാക്കൊക്കെ യൂസ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കല്യാണത്തിൻ്റെയൊക്കെ സമയമാകുമ്പോൾ ആരുടെ കല്യാണമല്ല, നമുക്ക് തൊട്ടടുത്ത് വേണ്ടപ്പെട്ട കല്യാണമാണെങ്കിൽ നമ്മളെപ്പോഴും തിരക്കിലായിരിക്കും. ആ തിരക്കിൽ നമ്മൾ വെയിൽ ഒരുപാട് കൊള്ളുന്നുണ്ടെങ്കിൽ അത് ഒട്ടും നല്ലതല്ല. പിന്നെ നല്ലോണം ഉറങ്ങാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതും ഒട്ടും നല്ലതല്ല. ഈ 2 കാര്യങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം. നന്നായിട്ട് ഉറങ്ങുക. പകൽ സമയം മുഴുവനും രാവിലെ 6 മണി മുതൽ രാത്രി 9 മണി വരെ നിങ്ങൾ മാക്സിമം അടിച്ചു പൊളിച്ചോളൂ. പക്ഷേ രാത്രി സമയങ്ങളിൽ മാക്സിമം കിടന്ന് ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. 8 മണിക്കൂർ ഉറങ്ങുക. അല്ലെങ്കിൽ മുഖത്ത് ഒരു മെനയുണ്ടാവത്തില്ല. നല്ല രീതിയിൽ ഡൾനെസ് അറിയാൻ പറ്റും. ഭയങ്കര ക്ഷീണം മുഖത്ത് തോന്നും. പ്രത്യേകിച്ച് ഈ തൊട്ടടുത്ത ദിവസങ്ങളിലുണ്ടല്ലോ അങ്ങനെയൊക്കെ. ഇനി രാത്രി ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ പകലെങ്കിലും ഉറങ്ങിയിട്ട് അതൊന്ന് മാനേജ് ചെയ്യാനായിട്ടെങ്കിലും ശ്രമിക്കുക. തീർച്ചയായിട്ടും നല്ല രീതിയിലൊരു മാറ്റം ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവും. അത് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഒരു കാര്യം നമ്മൾ 3 മാസം കണ്ടിന്യൂസ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതൊരു ഹാബിറ്റായി മാറും. പിന്നെ അങ്ങോട്ട് നിങ്ങൾക്ക് അത് നിർത്താനേ തോന്നില്ല. അത്രയും ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ സ്കിന്നിൽ അറിയാനായിട്ട് പറ്റും. ഓക്കെ, ഈ ഒരു ഫേസ് പാക്ക് ഞാൻ ഒരു 15 മിനിറ്റ് വെച്ചിരുന്നിട്ടുണ്ട്. എന്നിട്ട് ഞാനത് വാഷ് ചെയ്യാണ്. എൻ്റെ സ്കിന്നിൻ്റെ തിളക്കം കണ്ടോ, പാല് പോലെ തിളങ്ങാണ് സ്കിന്ന്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്കിൻ റിസൾട്ട് കിട്ടാനായിട്ട് നമ്മൾ ആകെ ചെയ്തത് ഈ ഒരു ഫേസ് പാക്ക് മാത്രമാണ്. ഇത്രയും റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്ക് ആരും മിസ്സാക്കരുത്. എൻ്റെ പൊന്നോ, എനിക്ക് പറയാൻ വാക്കുകളില്ല. അത്രയും റിസൾട്ടാണ് കിട്ടുന്നത്. ഉറപ്പായിട്ട് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ബ്രൈഡൊന്നും അല്ലെങ്കിൽ പോലും വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല വ്യത്യാസം ഉണ്ടാവും. അടുത്തതായിട്ട് നമുക്ക് മുഖത്തിങ്ങനെ നമ്മുടെ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ ഞാൻ ബേസിക്കായിട്ട് കാണിക്കുന്നതാണ് ഈ ഒരു അലോവേര ജെല്ല്. നിങ്ങൾക്ക് ഏതാണോ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് അത് തന്നെ നിങ്ങൾ യൂസ് ചെയ്താൽ മതി. എനിക്ക് എൻ്റെ ഫേസ് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നുന്നു. ഭയങ്കര ഒരു പിങ്ക് ഗ്ലോ വന്നത് കണ്ടോ. എൻ്റെ സ്കിന്നിൻ്റെ അണ്ടർടോൺ പിങ്ക് അല്ല, യെല്ലോ അണ്ടർടോൺ ആണ്. ഈവൻ നമ്മൾ യെല്ലോ ടിൻ്റുള്ള ടേമറിക്, അതായത് നമ്മുടെ മഞ്ഞൾ യൂസ് ചെയ്തിട്ട് പോലും സ്കിന്നിന് ആ ഒരു പിങ്ക് ഗ്ലോ വന്നത് നമ്മളിതിൽ മിൽക്ക് പൗഡർ യൂസ് ചെയ്തത് കൊണ്ടാണ്. അത്രയും മാറ്റം തരുന്ന ഒരു ഫേസ് പാക്കാണ്. ഒരിക്കലും നിങ്ങളിത് അണ്ടർ റേറ്റഡ് ആയിട്ട് കാണരുത്. ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കിയേ പറ്റൂ. അത്രയും അടിപൊളിയാണ്. പിന്നെ അലർജി ഉണ്ടെങ്കിൽ മാത്രം ചെയ്യണ്ട കേട്ടോ, വേറെ നിവർത്തിയില്ല, സ്കിപ്പാക്കുക. അപ്പോൾ ഇത്രയും ഗ്ലോ കിട്ടാനായിട്ട് നമ്മൾ ആകെ ചെയ്തത് ഇത്രയും കാര്യങ്ങളാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ റിസൾട്ടാണ്. ടോട്ടലി സാറ്റിസ്ഫൈയിങ് വിത്ത് ദിസ് റിസൾട്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ചെയ്ത് നോക്കുക. നല്ല ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഇനിയും ഇതുപോലത്തെ വീഡിയോ റെക്കമെൻഡേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. ഉറപ്പായിട്ടും ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ.